ഇൻകം ടാക്സ് റിട്ടേൺ ഈ വർഷം ഫയൽ ചെയ്യണം. കുറച്ച് റീഫണ്ട് ഉണ്ട്, അത് എനിക്ക് കംപ്ലീറ്റ് ഫുള്ളായിട്ട് എനിക്ക് മേടിച്ചു തരണം. 200% പെനാൾട്ടി. ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, അപ്പൊ അതെനിക്ക് റീഫണ്ട് വാങ്ങാൻ പറ്റൂലോ അല്ലേ? 24% ഇൻട്രസ്റ്റ്. എന്നിട്ട് എനിക്ക് ഫുള്ളായിട്ട് റീഫണ്ട് വാങ്ങി തരണം. ജയിൽ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫോൾസ് ക്ലെയിംസ് എല്ലാം കണ്ടുപിടിച്ചാൽ ഇതൊക്കെയായിരിക്കും ഭവിഷ്യത്തുകൾ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ റൂൾസ് പ്രകാരം ഡിഡക്ഷൻസ് വല്ലതും ക്ലെയിം ചെയ്യണമെങ്കിൽ അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കൂടെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നിനക്ക് ATC ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിൽ വല്ല ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ ലൈക്ക് LICയിലോ ELSSലോ PFലോ അതിന്റെ പോളിസി നമ്പർ ഓർ ഡോക്യുമെന്റ് ID സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യേണ്ടി വരും. ദ സെയിം ഗോസ് വിത്ത് 80E ആൻഡ് 80EE. സപ്പോസ് നിനക്ക് എഡ്യൂക്കേഷൻ ലോൺ ഓർ ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ അതിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ആ ലോണിന്റെ അക്കൗണ്ട് നമ്പർ ആൻഡ് സാങ്ഷൻ ഡേറ്റ് അറ്റാച്ച് ചെയ്യേണ്ടി വരും. ഗവൺമെന്റിന്റെ പുതിയ AIS സിസ്റ്റം ഈ ക്ലെയിംസ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിന്റെ റീഫണ്ട് എല്ലാം പ്രോസസ് ചെയ്യുകയുള്ളൂ. മനസ്സിലായോ? നിങ്ങളും ഈ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്നവരാണോ? എങ്കിൽ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. For expert filing and peace of mind, contact Investment Consultants. If you like this video, like, comment and subscribe.